உயிரோட இருக்கக்கூடாது அவங்களுக்கு மேக்சிமம். அதுதான் நடந்துரும், கண்டிப்பா நடக்கும் இது. ஆனா நான் எல்லாரையும் முடிச்சுட்டு தான் நான் போவேன், சந்தோஷமா போவேன், சிரிச்சுட்டே தான் போவேன். ஆல்ரெடி எல்லாம் ஸ்டார்ட் ஆயிடுச்சு, ஃபோக்கஸ் பண்ணிக்கோங்க. ஐ ஸ்டார்டட் ஹர்ட்டிங் மை செல்ஃப். என் குழந்தைங்களை என்ன பார்க்க விடல. ஐ ஸ்டார்டட் ஹர்ட்டிங் மை செல்ஃப். தான் இந்த கை பார்த்துக்கோங்க, நார்மலா தான் இதுதான் நடக்கும். அதான் உங்களுக்கு வேணும். எவ்வளவு பண்றாங்க, போன் கான்ஃபிஸ்கேட் பண்ணி வச்சிருக்காங்க, ஸ்கூலுக்கு பாடிகார்டு அனுப்புறாங்க. டெய்லி நைட் உட்காந்து அவன் செஸ் கத்துக்கலாம். சின்ன பையன் டெய்லி உட்காந்து விளையாடுவான். அவங்க கிட்ட தோத்து போவேன். நான் என்னோட லைஃப் ஹாப்பியஸ்ட் டேன்னு நான் ட்வீட் பண்ண, அவனும் நானும் சேர்ந்து டிக் பண்ணி நினைக்கும் போது ஏன் பிள்ளைங்க நான் எப்படி விடுவ கேட்டுதான் இருப்பீங்களா? இப்படிதான் 50 லட்சம் ரூபா தெரியுமா? 2 பேர் ஸ்கூல் ஃபீஸ் எத்தனை வருஷம் நான் கட்டி பார்த்துட்டு இருக்கேன். அவங்களுக்கு நல்ல லைஃப் கிடைக்கணும். குழந்தைங்க കരയരുത്, പുരുഷനാണ്, കരയാൻ പാടില്ല. ഇതാണ് ഓരോരുത്തരും ചെറുപ്പത്തിലേ പഠിച്ചു വളർന്നത്. ഒടുക്കം മനന്നൊന്ത് സകലതും കൈവിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അവസാനം ആത്മഹത്യ ചെയ്തതിനു ശേഷം പറയും, ആള് ഭയങ്കര പാവരുന്നിട്ടാ, എന്തുമാത്രം ആൾ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ പണമില്ല എന്ന് പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഈ സ്ത്രീകൾ എന്തുമാത്രം പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അതുപോലെ ഒരു സൈഡിൽ പുരുഷന്മാരായിട്ടും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് കണ്ടറിയാനോ അതിന് അഡ്രസ് ചെയ്യാനോ ആയിട്ടോ ഇവിടെ ആരും ഇല്ല എന്നുള്ളതാണ് പ്രധാനം. ഒരു മെൻസ് അസോസിയേഷൻ പോലും രൂപീകരിക്കുമ്പോൾ അതിനെതിരെ ഉണ്ടാകുന്ന എതിർപ്പുകളും അതിനെതിരെ ഉണ്ടാകുന്ന വാക്പോരുകളും എന്തുമാത്രം ഭീകരമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവർക്കറിയാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ടെന്നും അതൊന്നും പുറത്ത് എക്സ്പോസ് ആവാൻ ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ആൾക്കെതിരെ എന്തൊക്കെ ആ സ്ത്രീ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് 23 വർഷമായിട്ട് ആൾ സഹിക്കുന്ന കാര്യം. കല്യാണം കഴിച്ചത് പോലും ഇങ്ങനെ ബ്ലാക്ക് മാജിക്കും അതും ഇതും ഒക്കെ ചെയ്ത് ആ മനുഷ്യൻ കടന്നു പോകുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. ഒടുക്കം ആ മനുഷ്യനൊരു കയറിൽ തൂങ്ങുമ്പോഴേക്കും ആളുകൾ പറയാ. ഇപ്പോഴും ഈ സാഹചര്യത്തിൽ ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്ത് വരാൻ ഉണ്ടാവും ആൾക്കാർ, അല്ലേ? ഉണ്ടാവില്ലേ? ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ ഇനി എന്തെന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് ഇപ്പൊ ഇദ്ദേഹം ചോദിക്കുന്നത്. തന്റെ കുട്ടികളെ പോലും കാണാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം അത്രയും ഡിസ്റ്റർബ്ഡ് ആണ്. ഇത് ഈ ഒരു വ്യക്തിയുടെ വിഷയമല്ല, പല സ്ഥലങ്ങളിൽ പല അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനത്തെ വിഷയം സംഭവിക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്തു വലയങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പോലും ഇങ്ങനത്തെ പല വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ലവരായ ഒരുപാട് സ്ത്രീകൾക്ക് മോശപ്പേരുണ്ടാക്കുന്ന കാര്യമാണ്. ഇതിനെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ തന്നെ അഡ്രസ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ എന്തുമാത്രം സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്, സ്ത്രീകൾ അത്രയും പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും പുരുഷന്മാരനുഭവിക്കുന്ന പീഡനങ്ങളും കാണാതെ പോകും.